ഇത് സിംഗപ്പൂരിലെ ചാങ്കി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. സിംഗപ്പൂരിന്റെ പ്രധാനപ്പെട്ട ഏക വാണിജ്യ എയർപോർട്ട്. ഇപ്പോൾ നേരം പുലർച്ചെ 6 മണി. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രി 11 മണിക്ക് പുറപ്പെട്ട ഫ്ലൈറ്റിൽ ഞാൻ ഇവിടെ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഇത് ടെർമിനൽ 3 ആണ്. ഏത് ഗേറ്റിലാണ് എൻ്റെ ഫ്ലൈറ്റ് എന്നറിയാൻ ഡിസ്പ്ലേ ബോർഡിൽ നോക്കി. ഗോൺചോ എന്ന ചൈനീസ് നഗരത്തിലേക്കുള്ള 8 മണിയുടെ ഫ്ലൈറ്റ് C-22 നിന്നാണെന്ന് മനസ്സിലായി. C-22 ഗേറ്റ് ടെർമിനൽ 1 ഇനി അവിടേക്ക് പോകണം. ഇവിടെ ബെച്ച കോഫി എന്നൊരു സ്ഥാപനമുണ്ട്. മറാക്കേഷ് പ്രദേശത്തിന്റെ പേര് കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് കയറി. മറാക്കേഷ് ഞാൻ സന്ദർശിച്ചിട്ടുള്ള മൊറോക്കൻ നഗരമാണ്. ബെച്ച കോഫി പ്രശസ്തമായ ഒരു കോഫിയാണ്. മൊറോക്കൻ ശൈലിയിൽ അലങ്കരിച്ച ഒരു കട. അവിടെ കാപ്പി കുടിക്കാനല്ല പ്രധാനമായും ആളുകൾ വരുന്നത്, കാപ്പിപ്പൊടി വാങ്ങാനാണ്. അവിടെ നിന്ന് വീണ്ടും നടന്നു. ടെർമിനൽ 3 താരതമ്യേന പുതിയതാണ്. ടെർമിനൽ 1 കുറേ ദൂരമുണ്ട്. വേണമെങ്കിൽ നടന്നു പോകാം, പക്ഷേ ചിലപ്പോൾ അരമണിക്കൂറോളം നടക്കേണ്ടി വരും. 2008 ജനുവരിയിലാണ് ടെർമിനൽ 3 പ്രവർത്തനം തുടങ്ങിയത്. രാവിലെ ഈ 6 മണിയൊക്കെ ഏറ്റവും തിരക്കുള്ള സമയമാണ്. ഇടതുവശത്ത് ഫുഡ് കോർട്ടിലേക്കുള്ള എസ്കലേറ്ററാണ്. എയർപോർട്ട് ഫുഡ് സ്ട്രീറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. പ്രധാനമായും കിഴക്കനേഷ്യൻ വിഭവങ്ങൾ പരീക്ഷിക്കാവുന്ന ഒരു ഉഗ്രൻ ഫുഡ് സ്ട്രീറ്റാണത്. അങ്ങനെ നടക്കവേ ഒരു വിദ്വാനെ പരിചയപ്പെടുന്നു. അവൻ തനിയെ പോവുകയാണ്. ഒരു വീൽ ചെയർ. ആളുകൾ ചെന്ന് അവന്റെ അടുത്തു നിൽക്കുന്നു. ഓട്ടോണമസ് AI വീൽ ചെയർ എന്നാണ് ഇതറിയപ്പെടുന്നത്. റോബോട്ടിക് വീൽ ചെയർ ആണ്. അടുത്ത കാലത്താണ് ഇത് എയർപോർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഏത് ടെർമിനലിലെ ഏത് ഗേറ്റിലേക്കാണ് പോകേണ്ടത് എന്ന് ഇതിൽ ഫീഡ് ചെയ്താൽ ഇവൻ ആ ഗേറ്റിൽ കൊണ്ടുചെന്നാക്കും. ഡിസേബിൾഡ് ആളുകൾക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോണമസ് AI വീൽ ചെയറും ബുക്ക് ചെയ്യാം. നമ്മുടെ ടിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഈ എയർപോർട്ടിലെ പ്രധാന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കേറ്ററിംഗ് ഏജൻസിയായ സാറ്റ്സ് അഥവാ സിംഗപ്പൂർ എയർപോർട്ട് ടെർമിനൽ സർവീസസ് ആണ് ഈ സ്മാർട്ട് വീൽ ചെയർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. എന്നാൽ അധികം താമസിയാതെ പൂർണ്ണതോതിൽ ഇത്തരം വീൽ ചെയറുകൾ ഇവിടെ വ്യാപകമാകും. 2018 തന്നെ ഇവയുടെ പരീക്ഷണങ്ങൾ ഇവിടെ തുടങ്ങിയതാണ്. വീൽചെയറിലുള്ള സ്ക്രീനിലോ മൊബൈൽ ആപ്പിലോ പോകേണ്ട ഗേറ്റോ ഏതെങ്കിലും കടയോ തിരഞ്ഞെടുത്താൽ മതി. യാത്രക്കാരെ കൃത്യമായി അവിടെ എത്തിക്കും. പല സെൻസറുകളും ക്യാമറകളും ഉള്ളതിനാൽ മുന്നിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കാൻ അവന് കഴിയും. ആളുകളെ തേടി അവൻ അങ്ങനെ പോവുകയാണ്. ഈ എയർപോർട്ടിന്റെ ഒരു പ്രത്യേകത ആളുകളുടെ അന്തസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. നല്ല ചെയറുകളാണ്. ഒരു ലോഞ്ചിൽ ഇരിക്കുന്നത് പോലുള്ള സൗകര്യങ്ങൾ. മനോഹരമായ ആംബിയൻസ് ആണ്. പലതരം ഇരിപ്പിടങ്ങൾ. വെറുതെ കുറേ സോഫകൾ നിരത്തിയിട്ടിരിക്കുകയല്ല. കൃത്യമായി ഡിസൈൻഡായ ഏരിയ. ഇൻഫർമേഷൻ സെന്ററിന് മുന്നിൽ കണക്ഷൻ ഫ്ലൈറ്റ് വിവരങ്ങൾ അറിയാൻ നിൽക്കുന്നവരെ പിന്നിട്ട് നടന്നു. അതിവിശാലമായ ഒരു എയർപോർട്ടാണ് സിംഗപ്പൂർ ചാങ്കി. കിഴക്കൻ ഏഷ്യയിലേക്ക് പോകുന്ന ആളുകളൊക്കെ മിക്കവാറും സിംഗപ്പൂർ എയർലൈൻസ് ആണ് ഉപയോഗപ്പെടുത്തുക. പിന്നെ പ്രധാനമായുള്ളത് മലേഷ്യൻ എയർലൈൻസ് ആണ്. എനിക്കിനി ഒരു സ്കൈ ട്രെയിനിൽ വേണം പോകാൻ. അതിലേക്ക് ചെന്നു കയറി. അതാണ് എളുപ്പമാർഗം. സ്കൈ ട്രെയിനിൽ പോയാൽ ടെർമിനൽ 3 നിന്ന് അധികം നടക്കാതെ ടെർമിനൽ 1 2 എത്താം. കെട്ടിടത്തിനകത്തുകൂടി മാത്രമല്ല, പലപ്പോഴും പുറത്തുകൂടിയാണ് ട്രെയിൻ പോകുന്നത്. ടെർമിനൽ 3 അനുബന്ധമായുള്ള ഏട്രിയം പോലുള്ള ഭാഗമാണ് ആ ഗോളാകൃതിയിൽ കാണുന്ന കെട്ടിടം. അത് പിന്നിട്ട് ഹൈവേയുടെ മുകളിലൂടെ പോകുമ്പോൾ നേരം വെളുത്തു വരുന്നത് കാണാം. രാവിലെ 6 മണി കഴിഞ്ഞല്ലോ. ടെർമിനൽ 1 സ്കൈ ട്രെയിൻ നിർത്തി. ഞങ്ങൾ ഇറങ്ങി. ട്രെയിൻ ഇങ്ങനെ 3 മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇനി C-22 എന്ന ഗേറ്റിലേക്കാണ് പോകേണ്ടത്. ഈ ടെർമിനൽ 1 C-22 ഗേറ്റ്. ഇവിടെ വേറൊരു കക്ഷി കൂടിയുണ്ട്. ക്ലീനറാണ്. വാക്യൂം ക്ലീനർ. നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞതിനാൽ ഇതിപ്പോൾ ഒരു പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. ശരിക്കും നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ ഇതൊക്കെ കൊണ്ടുവരേണ്ടതാണ്.
ആളുകൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കലാണ് ലക്ഷ്യം എന്നുള്ളതുകൊണ്ടാവാം അത് ഒഴിവാക്കുന്നത്. കൃത്യം 6:30 ഇവിടെ എത്തിയപ്പോഴേക്കും നേരെ നടന്നാൽ C22 എത്തുമെന്ന് ബോർഡ്. ഈ ടെർമിനൽ 1 C22 ഗേറ്റ്. ഞാൻ C22 ഗേറ്റിലേക്കെത്തി. സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് പോകാനുള്ള വിമാനം റെഡിയായി കിടക്കുന്നുണ്ട്. അതിൽ ഭക്ഷണമൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഗേറ്റിൽ സ്റ്റാഫ് വന്നു. അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകളെ വിമാനത്തിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. ചൈനയിലെ ഗോൺചോ എന്ന നഗരത്തിലേക്കാണ് എൻ്റെ യാത്ര. ഗോൺചോയിൽ ട്രേഡ് ഫെയർ നടക്കുന്ന സമയമാണിത്. മെയ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ. വിമാനത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ എയർ ഹോസ്റ്റസുമാർ ഹൃദ്യമായി സ്വീകരിച്ചു. ഉള്ളിലേക്ക് ചെന്നു. മുൻ സീറ്റുകളിൽ ഒന്നിലാണ് എൻ്റെ സ്ഥാനം. ഗംഭീരമായ ഫെസിലിറ്റികൾ. 5 സ്റ്റാർ എയർലൈനാണ്. ഇതാണ് എൻ്റെ സീറ്റ്. നല്ല കംഫർട്ടബിളായ സീറ്റ്. വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ സുഖമായി ഉറങ്ങിയിരുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ ഉറക്ക ക്ഷീണമൊന്നുമില്ല. എങ്കിലും ഒന്ന് വിശ്രമിക്കാം. ഞാൻ സീറ്റിലിരുന്നു. ഒരു കുഴപ്പമുണ്ട്. വിൻഡോയിൽ ഈർപ്പം പിടിച്ചിരിക്കുകയാണ്. പുറത്ത് വലിയ ഈർപ്പമാണ് സിംഗപ്പൂരിൽ. സ്ക്രീനിൽ സിംഗപ്പൂരിൽ നിന്ന് ഗോൺചോയിലേക്കുള്ള ആകാശപാത കാണിക്കുന്നു. കൂടുതൽ ദൂരവും കടലിന് മുകളിലൂടെയാവും പറക്കൽ. കൃത്യം 8 മണിക്ക് തന്നെ വിമാനം യാത്ര പുറപ്പെട്ടു. ചാങ്കി എയർപോർട്ടിന്റെ പ്രധാന ടെർമിനൽ ബിൽഡിംഗ് ആണിത്. 4 ടെർമിനലുകളുണ്ട് ചാങ്കി എയർപോർട്ടിന്. അതിലെ 1, 2, 3 ഫസ്റ്റ് ക്ലാസ് എയർലൈനുകൾക്കുള്ളതും 4th ടെർമിനൽ ബജറ്റ് എയർലൈനുകൾക്കുള്ളതുമാണ്. ബജറ്റ് എയർലൈനുകളുടെ ടെർമിനലിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ല. ബസ്സിൽ പോകാം. വിമാനം പറന്നുയർന്നു. താഴെ കാണുന്നതാണ് ഞാൻ വിമാനത്തിലേക്ക് കയറിയ ടെർമിനൽ. അത് അതിവിശാലമായി ചാങ്കി ഏരിയയിൽ ആകെ പരന്നു കിടക്കുന്നു. സിംഗപ്പൂർ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. അതിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് ചാങ്കി ഏരിയ. എയർപോർട്ടിന്റെ റൺവേ കഴിയുന്നതോടെ സിംഗപ്പൂരിന്റെ മെയിൻലാൻഡ് തീരുകയാണ്. താഴെ കാണുന്നത് കാർഗോ ഏരിയയാണ്. കാർഗോ സ്റ്റോക്ക് ചെയ്യുകയും വിമാനത്തിലേക്ക് കയറ്റുകയുമൊക്കെ ചെയ്യുന്ന സ്ഥലം. സിംഗപ്പൂരിന്റെ തെക്ക് കിഴക്കേ മൂലയാണ് താഴെ കാണുന്നത്. അവിടം പിന്നിടുന്നു. പിന്നെ കടലാണ്. കടലിൽ ചെറിയ ദ്വീപുകളൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. പുലാവു ഉബിൻ എന്ന ദ്വീപാണ് പച്ചപ്പോടെ ആദ്യം കാണുന്നത്. സിംഗപ്പൂരിന്റെ ദ്വീപാണ് പുലാവു ഉബിൻ. അതിന്റെ അപ്പുറത്ത് മലേഷ്യയുടെ ലാൻഡാണ്. മലേഷ്യയുടെ തെക്ക് കിഴക്കേ അതിർത്തിയാണത്. നേരെ താഴെ കാണുന്ന ഇത് ടെക്കോങ് ഐലൻഡാണ്. സിംഗപ്പൂരിന്റെ തന്നെ സ്ഥലമാണത്. ആ ഐലൻഡ് മണ്ണിട്ട് നികത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നേരത്തെ ഒരു മിലിറ്ററി കേന്ദ്രമായിരുന്നു. ഇപ്പോൾ മറ്റെന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കടലിൽ മണ്ണിട്ട് നികത്തി വലിയ തോതിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടെക്കോങ് ഐലൻഡിനെ. അങ്ങേക്കരയിൽ കാണുന്ന ഭാഗം ടാൻജുങ് ലാൻസാത്ത് എന്നറിയപ്പെടുന്നു. അത് മലേഷ്യയുടേതാണ്. അവിടെ ഒരു ഷുഗർ റിഫൈനറി ഒക്കെയുണ്ട്. അത് കഴിഞ്ഞ് പിന്നിടുന്ന ഈ പ്രദേശം മൊത്തമായി ജോഹോർ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. ജോഹോർ നദിയുടെ തീരത്താണത്. മലേഷ്യയും സിംഗപ്പൂരും അടുത്തടുത്താണ്. മലേഷ്യയാണ് താഴെ, ചെറിയൊരു നദിയുടെ അകലത്തിൽ. നദികളിൽ ചിലതിൽ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഡാം പണിതിരിക്കുന്നു. മലേഷ്യൻ ഭൂഭാഗം ആകാശത്തുനിന്ന് കാണുമ്പോൾ വളരെ രസകരമാണ്. വൃക്ഷനിബിഡമായ സ്ഥലങ്ങൾ. അതിനകത്തുകൂടി നദികളുണ്ട്. പിന്നെ കൃഷിയിടങ്ങൾ, വിശാലമായ വനങ്ങൾ. കടൽ തീരം വരെ വനങ്ങളാണ്. പണ്ട് മലയ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മലേഷ്യയുടെ ഭാഗം തന്നെയായിരുന്നു സിംഗപ്പൂർ. മലയയിലെ ജോഹോർ സുൽത്താൻമാരുടെ അനുമതിയോടെ ബ്രിട്ടീഷുകാരാണ് സിംഗപ്പൂരിനെ ഒരു പ്രത്യേക പട്ടണമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ മടങ്ങിയ ശേഷം 1963 സിംഗപ്പൂരും മലേഷ്യയും ഒന്നായിരുന്നു. വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ 1965 ആഗസ്റ്റിൽ അവ വീണ്ടും വേർപിരിയുകയും ചെയ്തു. രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും
സിംഗപ്പൂരും മലേഷ്യയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമാണുള്ളത്. ധാരാളം മലേഷ്യക്കാർ രാവിലെ സിംഗപ്പൂരിൽ ജോലിക്കെത്തുകയും വൈകുന്നേരം തിരികെ പോവുകയും ചെയ്യുന്നു. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് വരെയുണ്ട്. സിംഗപ്പൂരിന് ആവശ്യമായ കുടിവെള്ളത്തിന്റെ നല്ലൊരു പങ്ക് മലേഷ്യയാണ് നൽകുന്നത്. താഴെ മലേഷ്യയുടെ നിബിഡ വനങ്ങൾ. ഈ ഭാഗത്ത് ഉറാങ്ങുട്ടാൻ പോലുള്ള കുരങ്ങുവർഗ്ഗങ്ങൾ വരെയുള്ള വനങ്ങൾ മലേഷ്യയ്ക്കുണ്ട്. ഇടയ്ക്ക് വനത്തിനകത്ത് ചെറിയ ചെറിയ ജനവാസ ഇടങ്ങൾ കാണാം. അവിടേക്കെത്താവുന്ന ഹൈവേകളും. വനത്തിലൂടെ കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴായിരിക്കും ഇത്തരം ചില ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ എത്തുക. ഇങ്ങനെ ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം വനമായിരിക്കും. പച്ചപ്പിന്റെ അതിവിസ്തൃതമായ പ്രദേശം. വിമാനം പറന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് 15 മിനിറ്റ് പിന്നിട്ടു. മൊത്തം 3.5 മണിക്കൂറാണ് യാത്ര. വീണ്ടും വനത്തിന്റെ കാഴ്ചയായി. മലേഷ്യയുടെ വനത്തിന്റെയും മലകളുടെയും മുകളിൽ കൂടി അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ വിമാനം കടലിന് മുകളിലേക്കെത്തും. വിമാന വിൻഡോയിൽ മുഴുവൻ സ്ക്രാച്ച്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. സിംഗപ്പൂരിൽ നിന്ന് പറന്നുയർന്ന് മലേഷ്യയുടെ ഭൂമിയും പിന്നിട്ട് വിമാനം ഇപ്പോൾ സൗത്ത് ചൈന കടലിന് മുകളിലേക്ക് കയറിയെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇനി നേരെ പറന്ന് വിയറ്റ്നാമിന്റെ മുകളിലേക്കെത്തും. വിയറ്റ്നാമിന് മുകളിലൂടെ കുറേ ദൂരം പറന്ന ശേഷം വീണ്ടും സൗത്ത് ചൈന കടലിന് മുകളിലേക്കും. ഫ്ലൈറ്റിൽ ഫുഡ് വിതരണം തുടങ്ങി. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഒന്നാണല്ലോ സിംഗപ്പൂർ എയർലൈൻസ്. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, സിംഗപ്പൂർ എയർലൈൻസ് എന്നിവയെല്ലാമാണ് ലോകത്തെ ഏറ്റവും പ്രീമിയം എയർലൈനുകളെന്ന് പറയാം. അവർ പ്രീമിയം ഫെസിലിറ്റികളാണ് യാത്രക്കാർക്ക് നൽകുക. നല്ല എയർ ഹോസ്റ്റസുമാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എയർ ഹോസ്റ്റസ് യൂണിഫോം സിംഗപ്പൂർ എയർലൈൻസിലേതും ഖത്തർ എയർവേസിലേതുമാണ്. എൻ്റെ ഫുഡ് വരുന്ന സമയമായി. ഒരു മേശവിരിയൊക്കെ വിരിച്ചു. ആദ്യം വരുന്നത് കാണുമ്പോൾ ശുഷ്കമാണല്ലോ എന്ന് തോന്നും. 4 മുന്തിരിങ്ങയും പഴവുമൊക്കെ. അത് വളരെ ശാസ്ത്രീയമാണ്. ക്വാണ്ടിറ്റി കുറവാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഫ്ലൈറ്റിലെ ഫുഡ് കഴിച്ചാൽ വയറ് പെട്ടെന്ന് നിറയും. നല്ലൊരു കട്ടൻ കാപ്പിയോടെ തുടങ്ങാൻ തീരുമാനിച്ചു. ഗ്രീക്ക് യോഗട്ട് വന്നു. കട്ടൻ കാപ്പിക്ക് പിന്നാലെ ഫ്രൂട്ട്സ്. ഞാൻ ഓർഡർ ചെയ്ത വിഭവത്തിന്റെ പേര് ഓർത്തു വച്ചിരുന്നില്ല. അതെത്തി. മലേഷ്യൻ വിഭവമാണ്. ചിക്കനും ചോറും. ഓംലെറ്റിന്റെ ഒരു കഷ്ണമുണ്ട്. 2 കഷ്ണം കുക്കുംബറും. അത് കഴിച്ച് കുറച്ചൊന്നു മയങ്ങി. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഉണർന്നപ്പോൾ വിമാനം മക്കാവുവിന്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. മക്കാവു തീരത്തേക്ക് വിമാനം കടൽ കടന്ന് എത്തിയിരിക്കുന്നു. മക്കാവു കഴിഞ്ഞാൽ പിന്നെ ഷെൻജൻ എന്നൊരു പട്ടണമുണ്ട്. വലിയ തോതിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ചൈനയിലെ ഒരു IT പ്രദേശമാണ് ഷെൻജൻ. അവിടം കഴിഞ്ഞാൽ അധികം താമസിയാതെ ഗോൺചോ പട്ടണത്തിലേക്കെത്തും. പട്ടണങ്ങൾ തമ്മിൽ വലിയ ദൂരമുണ്ട്. മക്കാവുവും ഷെൻജനും പിന്നിട്ട് കഴിഞ്ഞു. ഇത് ഗോൺചോയുടെ ഭാഗങ്ങളാണ്. താഴെ കാണുന്നതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയകളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കെത്തുന്ന ചൈനീസ് പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന ഇടങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് വരുന്നവ മിക്കതും ശരിക്കുമുള്ള ചൈനീസ് പ്രോഡക്ട്സ് അല്ല, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ യഥാർത്ഥ ചൈനീസ് പ്രോഡക്റ്റിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ ഇവിടെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ഈ മേഖല പൊതുവെ അറിയപ്പെടുന്നത് കാൻഡൺ എന്നാണ്. ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ പ്രദർശനത്തിന്റെ കേന്ദ്രമാണെങ്കിലും ഗോൺചോ അഥവാ കാൻഡന്റെ വാണിജ്യ പെരുമയ്ക്ക് 2000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. കടൽ വഴിയുള്ള പുരാതന പട്ടുപാതയിൽ ചൈനയിലെ ഏറ്റവും പ്രമുഖ തുറമുഖമായിരുന്നു ഗോൺചോ. 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ചൈനീസ് ഭരണാധികാരികൾ യൂറോപ്യൻ വ്യാപാരികൾക്ക് ചൈനയിൽ പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഡച്ച് വ്യാപാരികൾക്ക്
ചൈനയിൽ വ്യാപാരം നടത്താൻ അനുമതിയുണ്ടായിരുന്ന ഏക തുറമുഖമായിരുന്നു ഗോൺചോയിലേത്. അതാണ് പിൽക്കാലത്ത് ഗോൺചോ ചൈനയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ വാണിജ്യ കേന്ദ്രമായതിന് കാരണം. പേൾ നദിയുടെ തീരത്താണ് ഗോൺചോ നഗരം. ദക്ഷിണ ചൈന കടലിൽ നിന്നും പേൾ നദിയിലൂടെ ധാരാളം വാണിജ്യ കപ്പലുകൾ നഗരത്തിലേക്ക് എത്തിയിരുന്നു. വിമാനം റൺവേയോടടുത്തു. കൃത്യം 12:15 തന്നെ അത് ലാൻഡ് ചെയ്തു. 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. വമ്പനൊരു എയർപോർട്ട്. അകലെ കാണുന്നത് ടെർമിനൽ 3 ആണ്. ടെർമിനൽ 2ഉം ടെർമിനൽ 1ഉം വേറെയുണ്ട്. ഗോൺചോ എയർപോർട്ടിൽ അടുത്ത കാലത്ത് പണി തീർന്നതാണ് ടെർമിനൽ 3. നമ്മുടെ വിമാനം ടെർമിനൽ 1ലേക്കാണ് ചെല്ലുന്നത്. അത് മുന്നിൽ കാണാം. ചൈനയിലെ ഏറ്റവും തിരക്കുള്ള രണ്ടാമത്തെ വിമാനത്താവളമാണ് ഗോൺചോ ഇന്റർനാഷണൽ എയർപോർട്ട്. ചൈന സതേൺ എയർലൈൻസ് ഉൾപ്പെടെ 5 വിമാന കമ്പനികളുടെ ഹബ്ബാണിത്. ലോകത്തെ ഏറ്റവും തിരക്കുള്ള 11ാമത്തെ എയർപോർട്ട്. കാൻഡൻ ട്രേഡ് ഫെയറിന് അങ്ങ് ലാറ്റിൻ അമേരിക്ക മുതൽ ജപ്പാൻ വരെയുള്ള നാടുകളിൽ നിന്ന് ആളുകൾ വന്നിറങ്ങുക ഇവിടെയാണല്ലോ. വർഷത്തിൽ 2 സീസണുകളായാണ് കാൻഡൻ ഫെയർ നടക്കുക. വിമാനം നിശ്ചലമായി. യാത്രക്കാരെല്ലാം എഴുന്നേറ്റു, പുറത്തേക്ക് നടന്നു. ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ വിസയ്ക്കുള്ള നടപടിക്രമങ്ങൾ എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് കുറച്ച് കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രേഡ് ഫെയറിനൊക്കെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 മാസം വേണം വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാൻ. പണ്ടത്തേതിനേക്കാൾ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. കാൻഡൻ ഫെയർ അതിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ആ മാറ്റമുണ്ടായത്. ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇതാ നമ്മുടെ പഴയ സുഹൃത്ത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ഇദ്ദേഹത്തെ. സലാം. 10 കൊല്ലം മുൻപ് ഞാൻ ഗോൺചോയിൽ വന്നപ്പോഴും സലാമായിരുന്നു എന്നെ സ്വീകരിച്ചതും കാഴ്ചകളിലേക്ക് കൊണ്ടുപോയതും. 1 വർഷം മുൻപ് ഞങ്ങൾ കേരളത്തിൽ വെച്ച് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് സലാം ഇങ്ങോട്ട് പോന്നതാണ്. സലാമാണ് കാൻഡൻ ഫെയറിലേക്ക് എനിക്ക് വേണ്ട ഇൻവിറ്റേഷൻ എല്ലാം അയച്ചു തന്നത്. ട്രേഡ് ഫെയറിന് വരണമെങ്കിൽ ഇവിടുത്തെ ഒരു ട്രേഡിംഗ് കമ്പനി നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം. ഗൗരവമാർന്ന ട്രേഡ് ഫെയർ പോലും ഇന്ത്യക്കാർ വ്ളോഗിങ്ങിനും നിലവാരമില്ലാത്ത വിലപേശലിനും വേദിയാക്കിയതോടെയാണ് ഇവർ നിബന്ധനകൾ കർശനമാക്കിയത്. ടാക്സിക്കുള്ള ടോക്കൺ എടുക്കുന്ന കൗണ്ടറുകളാണിവ. അതുമായി പുറത്തു ചെന്നാൽ ടാക്സി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു ടൂറിസം പരിപാടിയല്ല കാൻഡൻ ഫെയർ. ഞങ്ങൾ അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഒരാൾ വന്നു. ഇദ്ദേഹത്തിന്റെ പേര് ലോഫു എന്നാണ്. അദ്ദേഹം എൻ്റെ ലഗേജ് വാങ്ങി മുന്നിൽ നടന്നു. സലാമിന്റെ ഡ്രൈവറാണ് ലോഫു. ഒരു ചൈനക്കാരനെ ഡ്രൈവറാക്കിയിരിക്കുകയാണ് സലാം. മാത്രമല്ല, ഞാൻ 10 കൊല്ലം മുൻപ് കണ്ട സ്ഥിതിയിലല്ല സലാം. വെൽഫെയർ പോലുള്ള ഒരു കാറൊക്കെ വാങ്ങി. ചൈനീസ് കാറാണ്. പക്ഷേ വെൽഫെയറിനേക്കാൾ കംഫർട്ടബിളായ ഫീച്ചേഴ്സ് കൂടുതലുള്ള അതിഗംഭീരമായ കാർ. ഇനി നമ്മൾ ചൈനീസ് വമ്പൻ കാറുകൾ പലതും കാണാൻ കിടക്കുകയാണ്. ബിസിനസ് ആവശ്യത്തിന് ഇന്ത്യയിൽ നിന്നും ആളുകൾ വരുമ്പോൾ അവരെ പല കാഴ്ചകളിലേക്കും ഫാക്ടറികളിലേക്കുമെല്ലാം കൊണ്ടുപോകണം സലാമിന്. ഇത് എയർപോർട്ടിലെ ടെർമിനൽ 1ന്റെ ഭാഗങ്ങളാണ്. ടെർമിനൽ 1 യു ആകൃതിയിൽ അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ ഡിസൈൻ കാണുക. ഒരു ബഹിരാകാശ വാഹനം പോലെയോ ഒരു ഫ്ലൈയിങ് സോസർ പോലെയോ ഉണ്ട്. T1 അഥവാ ടെർമിനൽ 1 ഒരു വലിയ കോംപ്ലക്സ് ആണ്. മെയിൻ ടെർമിനൽ, ഏരിയ എ, ഏരിയ ബി എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട് അതിന്. ഗോൺചോ എന്ന നഗരത്തിന്റെ പേര് പോലും പലരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ പട്ടണത്തിലെ എയർപോർട്ടും ഫെസിലിറ്റിയുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചൈന 10 കൊല്ലം മുൻപ് കണ്ടതിനേക്കാൾ വളർന്നു കഴിഞ്ഞു. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് പോകുന്ന പ്രധാന വാതിൽ എന്ന് ഗോൺചോ നഗരത്തെ വിശേഷിപ്പിക്കാം. ഗോൺചോ, ഷെൻജൻ തുടങ്ങിയ പട്ടണങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു ബെൽറ്റ് ഉൽപാദനത്തിന്റെ വലിയ കേന്ദ്രമാണ്. ഷാങ്ഹായും മറ്റും വാണിജ്യ നഗരമാണെങ്കിലും പണ്ടുമുതലേ അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ ഒരു പ്രമുഖ കേന്ദ്രം ഗോൺചോ ആയിരുന്നു. ഇന്ത്യയിലേക്കും ഗൾഫ് നാടുകളിലേക്കുമെല്ലാം ചൈനീസ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു ട്രേഡറാണ് സലാം. ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സലാമിനെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ കമ്പനികളുമായി നമുക്ക് വേണ്ടി സംസാരിക്കും, വിലപേശൽ നടത്തും, കച്ചവടം ഉറപ്പിക്കും.
ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കയറ്റിവിടുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നതുവരെ സലാമിന്റെ ആളുകളായിരിക്കും. ലോഫു തെല്ലൊരു ഗൗരവത്തോടെ ഡ്രൈവ് ചെയ്യുകയാണ്. ടൈഗർ എന്നാണ് സലാം ഉൾപ്പെടെ പലരും ചിലപ്പോൾ ഇദ്ദേഹത്തെ വിളിക്കുക. ഇടയ്ക്ക് ടോൾ ഗേറ്റുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ടോൾ ഗേറ്റ് ഇല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ധാരാളം ടോൾ ഗേറ്റുകളുണ്ട്. നിർത്തുകയൊന്നും വേണ്ട. ടോൾ കൃത്യമായി അങ്ങെടുത്തുകൊള്ളും. നഗരത്തിലേക്ക് ഇനി ഒരു അരമണിക്കൂറിലേറെ ഓടണം. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഞാൻ പേരൊന്ന് വിളിച്ചു. ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. ഇവിടെ ബുള്ളറ്റ് ട്രെയിനുണ്ട്. ഈ പോകുന്നത് സാധാരണ ട്രെയിനാണെങ്കിലും ഗോൺചോയിൽ നിന്ന് ബീജിംഗിലേക്കും ഷാങ്ഹായിലേക്കും ഹോങ്കോങ്ങിലേക്കുമെല്ലാം 450 കിലോമീറ്റർ വേഗതയുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ പ്രദേശത്തുണ്ടായ വളർച്ചയുടെ കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങനെയിരുന്നു.